ശ്രീ മോഹൻ വർഗീസ് ഒരു തവണ ചൂടറിഞ്ഞതാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ മോദിയുടെ പരാമർശം തന്നെ മറ്റൊരു സോഷ്യൽ മീഡിയ കൂട്ടായ്മയ്ക്ക് വിത്തിട്ടിരിക്കുകയാണ്. ശരിയാണ്, ഇത് പ്രതിപക്ഷ പാർട്ടികൾക്ക് അലോസരമുണ്ടാക്കുന്നതാണ്. ഇവരെങ്ങാനും തെരുവിലേക്ക് ഇറങ്ങിയാൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് അവരെ പിന്തുണയ്ക്കേണ്ടിയും വരും. ഇത് ജൻസികളുടെ മറ്റൊരു വിപ്ലവം അല്ലെങ്കിൽ മറ്റൊരു മൂവ്മെന്റ് എന്ന രീതിയിൽ തന്നെ കാണാമല്ലോ അല്ലേ ഈ പറയുന്ന ഏതാണ് ദിമാഗി നക്സൽ പാർട്ടി? ഞാൻ ആ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ കാണാൻ സാധിക്കുന്നില്ല. BJP പെർസ്പെക്റ്റീവിലോ കോൺഗ്രസ് പെർസ്പെക്റ്റീവിലോ ഈ വിഷയം കണ്ടാൽ ശരിയാവില്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. കാരണം ഇതൊരു സിംറ്റമാണ്. കോക്രോച്ച് ജനതാ പാർട്ടി എന്നതൊരു മാനിഫെസ്റ്റേഷനാണ്. ഒരു ഉള്ളിലുള്ള ഒരു വിഷയത്തിൻ്റെ, അതായത് ഒരു ഇന്നേറ്റ് ഇഷ്യൂ, അത് വളരെ ഉള്ളിലാണ്. ഒരു അസംതൃപ്തി ഉണ്ട് ഇവിടെ. പൊതുവേ ഉണ്ടാകുന്ന ഒരസംതൃപ്തി പ്രകടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രതിഷേധം സ്വാഭാവിക സാമ്പ്രദായിക മാർഗം ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷങ്ങൾക്കത് പ്രകടിപ്പിക്കാൻ കഴിയാതെ വരുന്നു. സിസ്റ്റം ഇത്തരം പ്രതിഷേധങ്ങളെ ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെയെങ്കിൽ ജെൻസി, ഇന്ത്യയിലെ പുതിയ തലമുറ പുതിയ മാർഗങ്ങൾ തേടുകയാണ്. അവർ രാജ്യവിരുദ്ധരോ ദേശദ്രോഹികളോ ഒന്നുമല്ല. നാളത്തെ ഭാരതമാണ്, ഭാരതത്തിൻ്റെ യുവശക്തിയാണ്. അവരെ വേണ്ട പോലെ കേൾക്കാൻ പ്രതിപക്ഷങ്ങളോ ഭരണപക്ഷമോ തയ്യാറായില്ല എങ്കിൽ പ്രതിഷേധത്തിൻ്റെ രൂപവും ഭാവവും മാറുന്നു. അങ്ങനെയാണ് സറ്റയറുകൾ ഉണ്ടാകുന്നത്. പൊളിറ്റിക്കൽ സറ്റയറാണ്. അതാണ് സോഷ്യൽ മീഡിയ എന്ന ആയുധമെടുത്ത് അവർ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് വിളിച്ചു. ഇപ്പോഴിതാ പുതിയ ഒരു മൂവ്മെൻറ്റ്, ദിമാഗി നക്സൽ പാർട്ടി. അപ്പോൾ എന്താണോ നിഷിദ്ധം, നക്സലിസം എന്ന വാക്ക് അത്ര ഒരു സേവറി വാക്കല്ല. അതൊരു ദേശവിരുദ്ധ ഇതാണ്. ഭരണഘടനയെ അംഗീകരിക്കാത്തവർ, ആയുധമെടുത്തുകൊണ്ട് പോരാടി വ്യവസ്ഥയെ അട്ടിമറിക്കാൻ കോപ്പുകൂട്ടുന്നവർ, അതാണ് നക്സലുകളെക്കുറിച്ച് 1967 നക്സൽ ബാരി മൂവ്മെൻറ്റ് മുതലുള്ള നക്സലുകളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് ഇന്നും രാജ്യം അങ്ങനെ തന്നെയാണ് കാണുന്നത്. അത് മുഖ്യധാരാ ശക്തികളല്ല. അതുകൊണ്ട് ഒരു റാഡിക്കൽ ലെഫ്റ്റ് വിങ്ങേഴ്സ് കുറച്ചുകൂടിയൊക്കെ മെലോ ഡൗൺ ചെയ്ത് ജനാധിപത്യ പ്രക്രിയ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പക്ഷേ ഇവിടെ ജെൻസി ജനാധിപത്യ പ്രക്രിയ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ വിത്ത് എ റിമാർക്കബിൾ ഡിഫറൻസ്. അതവർ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇനിയുമാണ് എന്തുകൊണ്ട് നക്സൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇൻ്റലക്ച്വൽ, ദിമാഗി എന്ന വാക്കിൻ്റെ ഒരു പരിഭാഷ ഒന്നുകിൽ സെറിബ്രൽ എന്നാണ്, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ എന്നാണ്. ബൗദ്ധികമായ ഒരു കാര്യമാണ്. ഇനി നോക്കൂ, എന്താണ് ഈ പറയുന്ന ആളുകൾ ലോകത്തോടായി, രാജ്യത്തോടായി, ഈ ജനങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത്? അതുകൂടി മനസ്സിലാക്കിയില്ല എങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായി, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പേജ് ഉണ്ടായി എന്ന് മനസ്സിലാവില്ല. നോക്കൂ, ഹിറ്റ്ലറുടെ നാസിസമാകട്ടെ, ബെനിറ്റോ മുസോളിനിയുടെ ഫാസിസമാകട്ടെ, സ്റ്റാലിൻ്റെയും ലെനിൻ്റെയും കമ്മ്യൂണിസം ആകട്ടെ, കോമൺ പ്രിൻസിപ്പിളാണ് റെപ്യൂഡിയേഷൻ ഓർ റിജക്ഷൻ ഓഫ് റീസൺ. യുക്തിയെ നിരാകരിക്കുക. അതായത് തത്വത്തിൽ ഏത് ഏകാധിപത്യ ഘടനകളും ആൻറ്റി ഇൻ്റലക്ച്വലാണ്. ഇൻ്റലക്ച്വൽസിനെയാണ് അവർ ഭയപ്പെടുന്നത്. അവരൊരിക്കലും വർക്കേഴ്സിനെ അല്ല ഭയപ്പെടുന്നത്, അവർ പണക്കാരെ അല്ല ഭയപ്പെടുന്നത്. അവർ ഭയപ്പെടുന്നത് തലയിൽ ആൾതാമസമുള്ള ഇൻ്റലക്ച്വൽസിനെയാണ്. അതുകൊണ്ടാണ് ഹിറ്റ്ലർ പറഞ്ഞല്ലോ, ഇൻ്റലക്ച്വൽസ് നമുക്ക് വേണ്ട, യു റെപ്യൂഡിയേറ്റ് റീസൺ വെച്ചുകൊണ്ട് നമുക്ക് പരിഹാരം ഉണ്ടാവില്ല. പാർലമെൻറ്റ് ഇസ് നത്തിങ് ബട്ട് മിയർ ടോക്കിംഗ് ഷോപ്സ്. വെറുതെ ചളമുള വർത്താനം പറയാവുന്ന ടോക്കിംഗ് ഷോപ്സ് മാത്രമാണ് പാർലമെൻറ്റ്. ബൗദ്ധികമായ ഡിബേറ്റുകൾക്ക് അടിസ്ഥാനമില്ല. ദേശീയതയ്ക്ക് ഒരു തീവ്ര രൂപമുണ്ട്, അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ആ ഒരു ചിന്താഗതി യുവജനങ്ങൾ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നു, ഞങ്ങൾ അഭിമാനിക്കുന്നു, ഇൻ്റലക്ച്വൽസ് എന്ന രീതിയിൽ നിങ്ങൾ വിളിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അവർ ഇതിൻ്റെ ആശയമെടുത്തത് എവിടെ നിന്നാണ്? ഒരു സർക്കാസ്റ്റിക് ഒരു ഫീലാണിത് ശ്രീ മഞ്ജുഷ്. യഥാർത്ഥത്തിൽ 2014 ഈ ഭൂതത്തെ കുടത്തിൽ നിന്ന് തുറന്നു വിട്ടത് മറ്റാരുമല്ല, ഒരു കോൺഗ്രസ്സുകാരനാണ്. മയിലാടുംതുറയിലെ ഒരു കോൺഗ്രസ് നേതാവാണ്, MP ആയിരുന്നു, മണിശങ്കർ അയ്യരാണ് ഒരു വിടുവ പറഞ്ഞത്, ചായ എന്ന വാക്ക് പറഞ്ഞത്. AICC ഓഫീസിൽ ചായ കൊടുക്കാനുള്ള ഗ്രേഡ് മാത്രമേ ശ്രീ നരേന്ദ്രമോദിക്കുള്ളൂ. അത് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. അതിൽ നിന്നാണ് ഒരു സറ്റയർ രൂപപ്പെടുന്നത്. ചായ്പ ചർച്ച ഉണ്ടാകുന്നു. അടിസ്ഥാന വർഗത്തിൻ്റെ മോചകനായി നരേന്ദ്രമോദി അവതരിപ്പിക്കപ്പെടുന്നു. ഗവ്വല ആയി, അല്ലെങ്കിൽ പീഡിതനായി, അല്ലെങ്കിൽ സാധാരണക്കാരനായി, OBC ആയി അവതരിപ്പിക്കപ്പെടുന്നു. ഒന്നാന്തര മാർക്കറ്റാണ്. അവിടെ ഒരു സാധ്യത കണ്ടു.
ജൻസി കാണുന്ന സാധ്യതയും അത് തന്നെയാണ്. എന്താണോ രാജ്യം വെറുക്കുന്നത്, എന്താണോ ഭരണകൂടം വെറുക്കുന്നത്, എന്തിനെക്കുറിച്ചാണോ ഭരണകൂടം ആശങ്കയോടെ കാണുന്നത്, ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു. അത് ചീഫ് ജസ്റ്റിസ് ഭരണകൂടത്തിന്റെ ഭാഗമാണ്. കോക്രോച്ച് എന്ന് പറഞ്ഞുവെങ്കിൽ അതൊരു ത്രെഡായി എടുത്തുകൊണ്ട് പ്രതിഷേധിക്കുന്നു. അപ്പോൾ അതിന്റെ അതേ പാതയിൽ തന്നെയാണ് ഇപ്പോൾ മോദി പറഞ്ഞതിന്റെ അതേ കാര്യം തന്നെ, അതേ വാക്ക് തന്നെ എടുത്തുകൊണ്ട് ഒരു പാർട്ടി എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ഒരു ദിമാഗി നക്സലാണോ? നമ്മുടെ നാട്ടില് ദിമാഗി നക്സൽസും ഉണ്ട്, ദിമാഗി നാസികളും ഉണ്ട്. രണ്ടുപേരും ഒരേപോലെ ഉണ്ട്. അർബൻ നക്സലുകൾ ഉണ്ടെങ്കിൽ അർബൻ നാസികളും ഉണ്ട്. അപ്പോ തീവ്ര വലതും തീവ്ര ഇടതും ഉണ്ട്. മഹാത്മാഗാന്ധിയെ കൊല്ലുന്നത് പുനരാവിഷ്കരിക്കുന്നവരും മഹാത്മാഗാന്ധിയെ കൊന്നതിനെ ന്യായീകരിക്കുന്നവരും ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയാണ് നമ്മൾ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിച്ചിട്ട് അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. നേരത്തെ അവിടെ ശ്രീ MS വേണുഗോപാൽ സാർ പറയുന്നത് കേട്ടു, പുറത്തു പാറ്റകൾ അകത്ത് ഈച്ചകൾ. ഇന്ത്യയുടെ പ്രതിപക്ഷത്തെയാണോ ഈച്ചയെന്ന് വിളിക്കുന്നത്? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.